അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേ അത് കോൺക്രീറ്റിൻ്റെ ഡേ ആണ് കേട്ടോ. വല്ലാത്ത ജാതി ദിവസമാണ് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ. ഉച്ചൻ്റെ മുമ്പ് നമ്മളെ പരിപാടിയെല്ലാം കഴിച്ച് നമുക്ക് പോകണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു മഴയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. ആ മഴയ്ക്ക് മുന്നാടിയായിട്ട് എല്ലാ പരിപാടിയും തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിലായി. ഒരു 2 മണി അത്ര പറ്റുള്ളൂ, അതിലപ്പുറമായിട്ടുണ്ടെങ്കിലല്ലോ പിന്നെ നമ്മൾ കുഴങ്ങും. അതുകൊണ്ട് നമ്മൾ പരിപാടി കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ നേരത്തെ തന്നെ കോൺക്രീറ്റുകാരോടൊക്കെ നേരത്തെ തന്നെ വരാൻ പറഞ്ഞു. അതുകൊണ്ട് എന്തായി പെട്ടെന്ന് നമുക്ക് കോൺക്രീറ്റ് തുടങ്ങാനായി. കോൺക്രീറ്റ് കറക്റ്റ് നമുക്ക് 8 മണിയാകുമ്പോൾ തുടങ്ങിയോണ്ട് ഇൻഷാ അല്ലാഹ് ഒരു 1-1:15 ആ റേഞ്ചിൽ നമുക്ക് പണി തീർക്കാം. അപ്പോൾ നമ്മളെ വർക്ക് ഏകദേശം ഇന്നത്തെ ഒരു 3.5 യൂണിറ്റോളം സ്ലാബ് ഉണ്ട്, പക്ഷേ 5 ഇഞ്ച് കനാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 70 ചാക്കിൻ്റെ പണിയോളം ഇതിനുണ്ടാവും. 5 ഇഞ്ച് കനം കോൺക്രീറ്റിനോട്. സാധാരണ നമ്മളെല്ലായിടത്തും 4 ഇഞ്ചാണ് ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ 5 ഇഞ്ചാണ് കോൺക്രീറ്റിൻ്റെ കനം കൊടുക്കുന്നത്. പക്ഷേ ഈ കോൺക്രീറ്റിൻ്റെ കനം നമ്മൾ 5 ഇഞ്ച് കൊടുത്തതിൽ അതിന് ലീക്ക് ഇല്ലാണ്ടൊക്കെ അങ്ങനത്തെ വലിയ മെച്ചങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ കനങ്ങൾ കൂട്ടുന്നതിനനുസരിച്ച് ലീക്കും കാര്യം അതൊന്നുമില്ല. ലേശം ബലം ഉണ്ടാവും കോൺക്രീറ്റിന്, മോശമൊന്നും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ 4-5 ഇഞ്ച് ആക്കുമ്പോൾ കോൺക്രീറ്റ് ലേശം ബലം ഉണ്ടാവും. നമ്മളിത്രയും മുതൽ മുടക്കുമ്പോൾ നഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും 5 ഇഞ്ച് കനം കൊടുക്കണം. അത് നല്ലതാ, അത് നിർബന്ധമാണ്. കാരണം ഈ 5 ഇഞ്ച് കനം നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂമുകളൊക്കെ വലിയ വലിയ റൂമുകളാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3-3 റൂമാണ്, അതാണ് വലിയ റൂം. പണ്ട് മുതലുള്ള 3-3 റൂം, 3 മീറ്റർ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രശ്നമില്ല. ഇപ്പോൾ ഫുള്ള് 4 മീറ്റർ നീളവും വലിയ 3.60 3.80 വീതി ഇങ്ങനെ പല രീതിയിലും നല്ല വലിപ്പമുള്ള റൂമുകളെ പിന്നെ. അപ്പോൾ ഒരു 5 ഇഞ്ച് കനം കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, അതൊരു മോശമൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള വീടാകുമ്പോൾ ഏകദേശം 65 ആ റേഞ്ച് സിമെൻറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു 7 ചാക്കോളം 6-7 ചാക്കോളം സിമെൻറ്റ് കൂടുള്ളൂ. പക്ഷെ അത് കൂടിയാലും സംഗതി ഓരോ ഇഞ്ച് കൂടി കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്, മോശമൊന്നുമല്ല. ഓക്കെ, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കഥകൾ. പിന്നെ നമ്മളെ വർക്ക് ഇന്ന് ഏകദേശം പകുതിയായി. ഇന്ന് ഫുള്ള് ഈ ഒരു സൈഡൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളിതാ ഒരതി കൊണ്ട് പോവാണ്. ഈ ഒരു ഏരിയ ഫുള്ള് നമ്മളിപ്പോൾ രണ്ടാമത് കോൺക്രീറ്റ് കഴിഞ്ഞ് ഫുള്ള് ഒരതി വൃത്തിയാക്കി പോവാണ്. ഇത് രണ്ടാമത് ഒരുതുന്നത് കൊണ്ട് ഇവിടെ റഫ് കണ്ടോ, ഒരു റഫായിട്ട് കാണാൻ കണ്ടോ. ഈ ഒരു ഫിനിഷിങ്, ഈ ഒരു റഫ്, ഈ ഒരു വൃത്തി ഫസ്റ്റ് ഒരിതലിന് കിട്ടില്ല. ഫസ്റ്റ് ലെവലിങ്ങാരൻ ലെവൽ ചെയ്ത് പോകുന്ന സമയത്ത് ഈ കോൺക്രീറ്റിൽ നിന്ന് വെള്ളം ലേശം താഴോട്ട് ഊറാണ്ട് നമ്മളെ ഗ്രൗട്ടും വെള്ളവും ഒക്കെ ലേശം ഊറും. ആ ഊറുന്ന സമയത്ത് ഈ മെറ്റലുകൾ മുകളിൽ ഇങ്ങനെ ഇളിച്ചാട്ടി കൊണ്ടിരിക്കും ഒരു വൃത്തികേടായിട്ട്. ആ ഒരു വൃത്തികേട് തീർക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒരതി കൊടുത്താൽ മതി. ഈ ഒരു കുറഞ്ഞൊരു ഏരിയയുടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാ, കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. ഈ ഒരു കുറഞ്ഞ ഭാഗം, ബാക്കിയുള്ളൊക്കെ ഏകദേശം നമുക്ക് കഴിഞ്ഞ് ഒരു 9-10 ചാക്കിൻ്റെ പണീന് ബാക്കിയുണ്ട്. അവിടെ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ ഇന്നത്തെ വർക്കും കഴിഞ്ഞെന്ന് പറയാം. ഓക്കെ, മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഇപ്പോൾ മഴ പെയ്യുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എന്തായാലും വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെ എന്തായാലും നമുക്കൊരു മഴ കാണാം. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ എടുക്കണം, അതിന് മുമ്പ് പണി തീർത്ത് പോകണം. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു സൈഡ് ഒരു കോൺക്രീറ്റ് ഇട്ടുകൊണ്ട് പോവാണ്. ഈ ഒരു ഭാഗം രാവിലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് ഈ ഭാഗമൊക്കെ സെറ്റായിക്കൊണ്ട് വരികയാണ്. ഈ കോൺക്രീറ്റ് ഫുള്ള് സെറ്റാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒരതി കൊടുത്താൽ അത് ഫുൾ വൃത്തിയായി. ഇനിയിപ്പോൾ അതല്ല, ഇത് ഒരതിയിട്ട് കിട്ടുന്നില്ല ഉള്ള കണ്ടീഷനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലേശം വെള്ളം കൊടേണ്ടി വരും. ആ വെള്ളം കുടയുന്നത് നമ്മൾ ഒഴിവാക്കി ഇങ്ങോട്ട് ലേശം ഗ്രൗട്ട് കലക്കി ഗ്രൗട്ട് കുടഞ്ഞെടുക്കുക. ഗ്രൗട്ട് കുടഞ്ഞെടുത്താൽ എന്തായാലും എവിടെയെങ്കിലോ എന്തെങ്കിലോ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ അതിലത് തീർന്നിട്ടും. ഈ ഒരതുന്നത് കൊണ്ട് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് മെച്ചങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു 10 മിനിറ്റിൽ 15 മിനിറ്റ് പോവും, പിന്നെ നമ്മളെ ഊരയ്ക്ക് ലേശം ഒരു വേദന ഉണ്ടാവും. ആ ഒരു പ്രശ്നം ഇതിനുള്ളൂ. പക്ഷെ നമ്മളെ വർക്ക് എന്തായിരിക്കും, അത് കണ്ടീഷനായിരിക്കും. കാരണം ലീക്കോ കാര്യങ്ങളോ എന്തോ വരികയാണെങ്കിൽ ഇത് നമ്മളെ പരസ്യപലക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഈർക്കളൊക്കെ കുത്തനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സാധനത്തിന് ഒഴിവാക്കാൻ കഴിയും.
പിന്നെ ഈ ഗ്രൗട്ടുകൾ മുഴുവൻ ആ ഗ്യാപ്പുകളിൽ മുഴുവൻ വന്ന് ഇങ്ങോട്ട് ആ കണ്ണ് മുഴുവൻ അടിഞ്ഞ് അതേപോലെ മെറ്റൽ ഇങ്ങനെ ഇളിച്ചാടുന്ന മെറ്റൽ ഉണ്ടാവും. ആ മെറ്റലുകൾ ഫുള്ള് വൃത്തിയായി കിട്ടും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ ഫുള്ള് ഗ്രൗട്ട് വന്ന് ഫുള്ള് വൃത്തിയാവും. ഓക്കെ, കംപ്ലീറ്റ് നമ്മളെ പണി എന്തായി അത് തീർന്ന് ഫുള്ള്. ബാത്റൂം ഇവിടെ എല്ലായിടത്തും ഇപ്പോൾ പൊതുവെ ബാത്റൂമൊക്കെ താത്തി, അതേമാതിരി തന്നെ ഇവിടെ ബാത്റൂമൊക്കെ താത്തി അടിച്ച് ഇട്ടതാണ്, കുഴി മാതിരി ആക്കിയതാണ്. അതാവുമ്പോൾ എന്താ ചോദിച്ചിട്ട് നേരെ കുഴിയിലേക്കിട്ട് ഇറങ്ങിയാൽ മതി. ഫുള്ള് ഒരതി കണ്ടീഷനാക്കി സ്ലാബ്. ഈ ഒരു ഏരിയ നമുക്ക് വരതാൻ കഴിഞ്ഞില്ല, ഈ ലാസ്റ്റ് ഇട്ട ഭാഗം നമുക്ക് വരതാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റലൊക്കെ ഇറക്കിയത് ഏകദേശം മെറ്റൽ ഇത് ഒരു 30 ഫൂട്ടോളം മെറ്റൽ ബാക്കിയുണ്ട്. അതൊരു 2 ചാക്ക് സിമെൻറ്റ് ബാക്കി, 2-3 ചാക്ക് സിമെൻറ്റ് ബാക്കി വന്നിന്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ 4 ഇഞ്ച് സ്ലാബിൻ്റെ കണത്തിലാണ് നമ്മൾ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കണക്കൂട്ടൽ. അപ്പോൾ ഇത് ഏകദേശം നമുക്കൊരു 1 ഇഞ്ച് കൂടുന്നത് കൊണ്ട് നമുക്ക് അത്ര ഇത് ആയില്ല. ഏകദേശം നമ്മൾ സുമാർ ഒരു ഐഡിയയിൽ 5-6 ചാക്ക് കൂടുള്ള കാഴ്ചപ്പാട് വെച്ചിന്. അപ്പോൾ നമ്മൾ ഏകദേശം സിമെൻറ്റ് കൂട്ടി പറഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ സിമെൻറ്റ് 4 ചാക്ക് സിമെൻറ്റോളം ഇവിടെ ബാക്കി വന്നതാണ്. 1, 2, 5 ചാക്ക് സിമെൻറ്റോളം ബാക്കി വന്ന്. ഓക്കെ, 73 ചാക്ക് സിമെൻറ്റ് എടുത്ത് നമുക്ക് 68 ചാക്ക് സിമെൻറ്റ് വന്നുള്ളൂ. അപ്പോൾ വല്ലാണ്ട് ഇത്രക്കും ഏരിയ വല്ലാണ്ട് കൂടിയില്ല. 3 ചാക്ക് 4 ചാക്കായിട്ട് കൂടിയിട്ടുള്ളൂ. ഞാൻ ഇത്രക്കും ഏരിയ ഉള്ളതിനോട് ഏകദേശം ഒരു 7 ചാക്ക് മാക്സിമം ഒന്ന് കണക്കിൽ കൂട്ടി പിടിച്ചിന്. പക്ഷെ അത് അത്ര കൂടിയില്ല. അതുകൊണ്ടാണ് ഇത്ര സിമെൻറ്റ് ബാക്കിയാനുള്ള കാരണം. ഇത് ഇത്ര ഒന്നും ബാക്കിയില്ല കേട്ടോ സിമെൻറ്റ്. ഇതിപ്പോൾ പണി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ചാക്ക് സിമെൻറ്റ് ആയിട്ടാണ് ബാക്കി വന്നത്. ഇതിപ്പോൾ നമ്മൾ പണി ഇപ്പോൾ വൈദ്യുതി ആയിട്ടുള്ളൂ. ഈ ബാക്കി കോൺക്രീറ്റ് ആണ്ട് മുകളിൽ. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കഥകൾ. ഈ മിഷനും സാധനമൊക്കെ പൊതുവേ നമ്മളെ ദൂരത്തു നിന്ന് കൊണ്ടുവരല്ലേ. പക്ഷേ ഇത് നമ്മളിവിടെ ഏരിയയിൽ തന്നെ നമ്മൾ സാധനം കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ തന്നെ വല്ല ടീമിനെ സെറ്റ് ചെയ്തതാണ്. അതിന് നമുക്ക് വലിയ ലാഭങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ആയതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിട്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലോട്ട് സ്റ്റെപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ റാമ്പിൻ്റെ മുകളിൽ വെച്ച് എംസാൻ്റെ മുകളിലോട്ട് കയറ്റി കഴിഞ്ഞാലുണ്ടല്ലോ, നാളെ നമുക്ക് സൈഡ് പൊളിക്കാൻ വരുന്നത് ഒരാൾ വന്നാൽ മതി. ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് പൊളിച്ച് വണ്ടി കെട്ടി ഈ സാധനങ്ങൾ മുഴുവൻ കയറ്റി നമ്മൾ അടുത്ത സൈറ്റിലേക്ക് കൊണ്ടുപോകാം. അതാണ് ഇപ്പോൾ ഇവർ കോൺക്രീറ്റുകാരുണ്ടാകുന്ന സമയത്ത് ഇവർ ഓരോരുത്തരും ഓരോ ചാക്ക് മുകളിലോട്ട് കയറ്റി കഴിഞ്ഞാൽ മതി, ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷെ നാളെ നമ്മൾ പണിക്കാരൻ തന്നെ സാധനം മുകളിലോട്ട് കയറ്റാന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു ഇടങ്ങേറല്ല, അതൊരു കുഴക്കന്നാണ്. കാരണം 20-22 കൊട്ട എംസാൻ്റെ മുകളിലോട്ട് കയറ്റുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലേശം കുഴക്കന്നെ. കാരണം സ്റ്റെപ്പും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. സ്റ്റെപ്പ് റെഡിമെയ്ഡ് സ്റ്റെപ്പ് വെക്കണതുകൊണ്ട് സ്റ്റെപ്പ് നമ്മൾ മുകളിലത്തെ ലാൻഡിങ്ങിൻ്റെ മുകളിലുള്ള സ്റ്റെപ്പ് വന്നുള്ളൂ, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ വന്നില്ല. അപ്പോൾ കോണി വെച്ച് സാധനം കയറ്റണം, അപ്പോൾ ലേശം റിസ്ക്കാണ്. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മളിപ്പം തന്നെ ഈ 1 മിനിറ്റില്ല, ഒരു 10 മിനിറ്റ് പണിയുള്ളൂ, ഇവലട് കയറ്റി തരും. ഇനി നാളെ സാധനം മുകളിലിട്ട് നമ്മൾ എന്ത് ചെയ്യും, വണ്ടി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുന്ദരമായിട്ട് പണി തീർത്ത് പോവാം. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ നമ്മളെ പണിക്കാരിതാ പണിയും കഴിച്ച് കറക്റ്റ് നമ്മളെ പണി 1:45 കഴിഞ്ഞിട്ടോ. 1:45 പണി കഴിഞ്ഞ് ഒരു ഫുള്ള് സാധനം കയറ്റി പോകാനുള്ള പരിപാടിയിലാണ്. ഈ മിക്സർ മെഷീനിന് എല്ലാ സ്ഥലത്തും ഇതിൻ്റെ ടയറുകൾ ഒരു ഊരി വെക്കലാണ്, ഒരു വേറെ ചെറിയത് വെക്കുക ചെയ്യൽ. ഇവിടെ ഈ ടയറായത് കൊണ്ടുണ്ട് ഇവർക്ക് സംഗതി കൊണ്ടെടുക്കാനൊക്കെ നല്ല സുഖമാണ്. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. താങ്ക് യു, ഗുഡ് ബൈ.